താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതാ മേനന്റെ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന നടി അൻസിബ ഹസന്റെ ആവശ്യത്തിൽ എറണാകുളം മുൻസിഫ് കോടതി ഇന്ന് തീരുമാനമെടുക്കും. ശ്വേത നൽകിയ പരാതിയെ തുടർന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം കോടതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻസിബ കേസിൽ കക്ഷി ചേരാൻ നീക്കം ആരംഭിച്ചത്. കേസിൽ കക്ഷി ചേരാൻ അൻസിബയ്ക്ക് അവകാശമില്ലെന്നും കക്ഷി ചേരാനുള്ള നീക്കം പ്രതികാര ബുദ്ധി മൂലമാണെന്നുമാണ് ശ്വേതാ മേനന്റെ വാദം. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, അപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ഹർജിയിലാണ് ഇപ്പോൾ അൻസിബ ഹസൻ കൂടി കക്ഷി ചേരാനായി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കോടതി അത് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരിയാണ്. ഇക്കാര്യത്തിൽ എറണാകുളം മുൻസിഫ് കോടതിയുടെ നിലപാട് എന്താകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്ന പോലെ താരസംഘടനയായ അമ്മയിലെ പടലപ്പടക്കങ്ങളും തർക്കങ്ങളും ഏറെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഏറെക്കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ശ്വേതാ മേനോനെ പോലെ ഒരു വനിത ഇതിന്റെ തലപ്പത്തേക്ക് വന്നത്, സംഘടനയുടെ തലപ്പത്തേക്ക് വന്നത്. വലിയ പ്രതീക്ഷയാണ് ഉണ്ടായതെങ്കിലും വിവാദങ്ങളുടെ പരമ്പര തന്നെയാണ് അതിന് പിന്നാലെ വന്നത്. ഒടുവിൽ ശ്വേത തന്റെ സ്ഥാനം വിട്ടൊഴിയുന്നു എന്നുള്ള പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അഡ്ഹോക് കമ്മിറ്റി രംഗത്തേക്ക് വന്നത്. പക്ഷേ ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ ചട്ടവിരുദ്ധമാണെന്നും ബൈലോയിൽ അത്തരമൊരു കമ്മിറ്റിയെ കുറിച്ച് പറയുന്നില്ല എന്നുമാണ് ശ്വേതാ മേനോൻ വിഭാഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയുടെ രൂപീകരണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് കോടതികളിലും മറ്റൊക്കെ തന്നെ പലപ്പോഴും വന്നുപോയിക്കൊണ്ടിരുന്നത്. ഇക്കാര്യത്തിൽ അൻസിബ കക്ഷി ചേരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലായിരിക്കും കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക. ഇക്കാര്യത്തിൽ ഉത്തരവ് ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അൻസിബ തന്റെ പ്രതികാര ബുദ്ധി മൂലമാണ് ഈ സംഭവത്തിൽ കക്ഷി ചേരാൻ ശ്രമിക്കുന്നതെന്നും ഇത് അനുവദിക്കരുത് എന്നുമാണ് ശ്വേതയുടെ നിലപാട്. അതേസമയം ശ്വേതാ മേനോൻ ഒരു എതിരാളി ഇല്ലാത്തൊരു സ്ഥിതി ഈ വിഷയത്തിൽ വരും, അതുകൊണ്ടാണ് താൻ കക്ഷി ചേരുന്നത് എന്ന ഒരു നിലപാട് അൻസിബയും വ്യക്തമാക്കുന്നു. എന്തായാലും രമേശ് പിഷാരടി ഇപ്പോൾ നേരത്തെ നടത്തിയ പ്രതികരണങ്ങൾക്ക് ശേഷം ഇപ്പോൾ രംഗത്തില്ലാത്ത സ്ഥിതിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. എന്തായാലും ഫലത്തിൽ കേസിൽ നിന്നും അല്ലെങ്കിൽ വിവാദത്തിൽ നിന്നും പിന്മാറിയ ഒരു നിലയിലാണ് രമേശ് പിഷാരടി നിൽക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തിൽ എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് നിലപാടാണ് കോടതി വ്യക്തമാക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.